ഹായ് ഓൾ വെൽക്കം ടു മിൻ പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ പുതിയൊരു നല്ലൊരു വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നതാണ് എക്സാം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം അതിൽ 2323 പേർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് വിജയിച്ചവരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അതും കഴിഞ്ഞ് നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അറിയാലോ, ഇപ്പൊ ഇനി നമുക്ക് വരാൻ പോകുന്ന എല്ലാം തന്നെ എക്സാം ആണ് കൂടുതലും വരുന്നത്. നമ്മളുടെ കാറ്റ് എക്സാം, കമ്പനി ബോർഡ് എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് SBCID, എക്സൈസ് ഇൻസ്പെക്ടർ, ഇതെല്ലാം തന്നെ നമുക്ക് വരുന്നതാണ്. ഒരു ഡിഗ്രി ലെവലിൽ വരുന്ന എല്ലാ എക്സാംസും ഇനി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മളുള്ള ഷോർട്ട് ലിസ്റ്റിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, പഠനം തുടരുക. ഇനി നമുക്ക് എന്തായാലും നല്ലൊരു ജോലി, നല്ലൊരു സാലറിയാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു ഞാൻ പഠനം നിർത്തി എന്ന രീതിയിലാകരുത്, ഇനിയും മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു നമ്മൾ ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2323 പേരാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ജില്ല ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 247 പേർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 107 പേർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയാണ് നമുക്ക് എന്താണ് കായികക്ഷമത പരിശീലനം ഇനി നടക്കുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം അതിൽ നിന്ന് വിജയിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി സിവിൽ എക്സൈസ് ഓഫീസറുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ നമ്മുടെ ജില്ലാ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ ലിസ്റ്റിലെ 117 പേരാണ്. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ 43 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 160 പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊല്ലം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 94 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 30 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ 127 പേരാണ്. പത്തനംതിട്ട ജില്ലയിലെ 72 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 35 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ 107 പേരാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പത്തനംതിട്ട ജില്ലയിലാണ് ആളുകൾ കുറവ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 89 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 31 പേര് വന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ 120 പേരാണ് വന്നിരിക്കുന്നത്. ഇനി കോട്ടയം ജില്ലയാണെന്നുണ്ടെങ്കിൽ 170 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 44 പേരാണ്. ടോട്ടൽ 214 പേര് കോട്ടയം ജില്ലയിലും വന്നിട്ടുണ്ട്. ഇടുക്കിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 194 പേര് വന്നിരിക്കുന്നു. അതുപോലെ സപ്ലിമെന്റ് ലിസ്റ്റിൽ 53 പേരാണ്. അങ്ങനെ മൊത്തം 247 പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 134 പേര്, സപ്ലിമെന്റ് ലിസ്റ്റിലാണെങ്കിൽ 42, അതുപോലെ ടോട്ടൽ 176 പേരാണ്. തൃശ്ശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 112 പേര്, 40 പേര് സപ്ലിമെന്റ് ലിസ്റ്റിലുണ്ട്. അങ്ങനെ ടോട്ടൽ 152 പേര് വന്നിരിക്കുന്നു. ഇനി പാലക്കാട് ജില്ലയിലാണെങ്കിൽ 152 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെന്റ് ലിസ്റ്റിൽ 44 പേര്. അങ്ങനെ ടോട്ടൽ 196 പേരാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം തന്നെ നമുക്ക് മെയിൻ ലിസ്റ്റിൽ വരുമ്പോൾ 169 പേര് മലപ്പുറം, അതുപോലെ കോഴിക്കോട് 130, വയനാട് 89, കണ്ണൂർ 89, കാസർഗോഡ് 138. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മലപ്പുറം 54, കോഴിക്കോട് 28, വയനാട് 39 പേര്, കണ്ണൂർ 48 പേര്, കാസർഗോഡ് 43 പേര്. അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 223 പേരും, കോഴിക്കോട് ജില്ലയിൽ 158 പേരും, വയനാട് ജില്ലയിൽ 128 പേരും, കണ്ണൂർ ജില്ലയിൽ 137 പേരും, കാസർഗോഡ് 181 പേരുമാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഈ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1749 പേരാണ് മൊത്തമായിട്ട് മെയിൻ ലിസ്റ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ 574 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് വരികയാണെങ്കിൽ 2323 പേരാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അതിനുശേഷം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്താണ് ഇനി നമുക്ക് തുടരെ നമുക്ക് എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് റീസെൻ്റാണ് വിളിച്ചിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അറിയാലോ എല്ലാവർക്കും. നവംബർ 19-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എന്ത് ചെയ്യാം, നിങ്ങൾ പഠനം തുടങ്ങുക, പഠിക്കുക, ജോലി വാങ്ങണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക. അതിന് വേണ്ടിയിട്ട് PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
നമ്മൾക്ക് ഇത് 200-ലധികം ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ തന്നെ മെന്റർഷിപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് 1,00,000-ലധികം ചോദ്യോത്തരങ്ങൾ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മിന്റ് PSC എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കാറ്റ്, അതുപോലെ SPCRT ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്